അപ്പം ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസസ് വരുന്നത്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നമുക്ക് നോർമലായിട്ട് സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമതായിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങളുടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ സൈൻ അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ലോഗിനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് നോർമലി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ ബോക്സിൽ ടിക്ക് ചെയ്ത് സൈൻ അപ്പ് ചെയ്താൽ നമ്മുടെ ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് ഓപ്പൺ ആയി. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസസ് വരുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമുക്കിത് ടോട്ടൽ ബാലൻസ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യണം. ആദ്യം നമുക്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ടോപ്പ് അപ്പ് ചെയ്യുന്ന രീതിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ആഡ് ഫണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കിട്ടും. ഈ QR കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ പോയിട്ട് ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു ഓർഡർ ID നമ്പർ ഉണ്ടാവും. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ട്രാൻസാക്ഷൻ ID നമ്പർ. ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക ഈ ഓർഡർ ID എന്നുള്ളിടത്ത്. അതിനുശേഷം എത്ര രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, നമ്മൾ അക്കൗണ്ടിലേക്ക് വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓർഡർ ID ഒരു സംതിങ് നമ്പേഴ്സാണ്. ഓക്കെ, എമൗണ്ട് 10 രൂപ നമ്മൾ ചെയ്തു. എന്നിട്ട് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അതിനുശേഷം നമ്മളെ ന്യൂ ഓർഡേഴ്സ് എന്നുള്ള എടുത്ത് വന്നാൽ നമ്മൾ ഇൻ്റർഫേസ് പിന്നെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ടോട്ടൽ ബാലൻസ് എന്നുള്ള അവിടെ ആ 10 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഇതൊരു ഡെമോ അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് ഇതിലൊന്നും ബാലൻസ് കാണിക്കാത്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് സർവീസാണോ വേണ്ടത്, ഒരു എക്സാമ്പിൾ കാറ്റഗറി എന്നുള്ളിടത്ത് നമുക്കിത് മല്ലു ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, വ്യൂസ് ഉണ്ട്, റീപോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്, വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബ്സ് ഉണ്ട്, യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ്സ് ഉണ്ട്, വാച്ച് ടൈം ഉണ്ട്. ഇത്രയും സർവീസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇൻസ്റ്റഗ്രാം വ്യൂസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ റീൽസിൻ്റെ വ്യൂസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അത് സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം റീൽസ് വ്യൂസ് 100K, ഒരു 1000 വ്യൂസിന് എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 10 വ്യൂസിനുള്ള എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഇത് കൊടുത്താൽ തന്നെ, നമ്മൾ ആക്ടിവേഷൻ കൊടുത്താൽ തന്നെ സ്പോട്ടിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് വ്യൂസ് കയറുന്ന രീതിയിലുള്ള ഓപ്ഷൻസുകളും ഇതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആവറേജ് ടൈം 16 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും വ്യൂസ് കയറും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലിങ്ക് എന്നുള്ള ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് എത്ര വ്യൂസാണ് വേണ്ടത്, 1000 വ്യൂസ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ 1000 വ്യൂസിന് നമുക്ക് വരുന്ന പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15000 വ്യൂസ് കൊടുക്കുകയാണെങ്കിൽ 1 രൂപ 9 പൈസയെ നമുക്ക് എക്സ്പെൻസ് നമ്മളെ വാലറ്റിൽ നിന്ന് കട്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ന്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആവറേജ് ടൈം 16 മിനിറ്റാണ്. ചില സമയങ്ങളിൽ അതൊരു 20 മിനിറ്റോ 25 മിനിറ്റോ അരമണിക്കൂറൊക്കെ എടുക്കാം. എന്നാലും ആവറേജ് 16 മിനിറ്റേ വരാറുള്ളൂ. എനിക്ക് ചില സമയങ്ങളിൽ ഈ വെബ്സൈറ്റ് ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവുള്ളൂ.